ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ യേശുവിനോട് പറഞ്ഞു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അതേ വാക്കുകൾ കൊണ്ട് അവന് മറുപടി കൊടുത്തു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. അവൻ്റെ രോഗം മാറിയപ്പോൾ ഈശോ അവനോട് പറഞ്ഞു, നീ ഇതിനെക്കുറിച്ച് ആരോടും പറയരുത്. ഉള്ളിലെ സന്തോഷം കൊണ്ടാകാം അവനത് ഒരുപാട് പേരോട് പറഞ്ഞു. ജനക്കൂട്ടം അവന് ചുറ്റും തെക്കിക്കൂടിയപ്പോൾ ഈശോയ്ക്ക് ആ നാട്ടിൽ തുടരാനായില്ല. വചനപ്രഘോഷണവുമായിട്ട് അവൻ മറ്റൊരു ദേശത്തേക്ക് പോകുന്നു. 2-3 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ടല്ലോ. ഒന്ന്, കുഷ്ഠരോഗിയായ മനുഷ്യൻ്റെ മനോഭാവം. ദൈവം എനിക്ക് നൽകേണ്ട രക്ഷ, എൻ്റെ സൗഖ്യം, എൻ്റെ ജീവിതത്തിൽ അവൻ തരേണ്ട ദൈവാനുഗ്രഹം, ഇതൊന്നും എൻ്റെ അവകാശമല്ല, ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണമെന്നതാണ്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. അമ്മ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. ഈശോ ഗെത്സമനി തോട്ടത്തിൽ വെച്ച് പറഞ്ഞു, പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. തൻ്റെ ആഗ്രഹത്തിനും സ്വപ്നത്തിനുമൊക്കെ വിരുദ്ധമായിട്ട് സംഭവിച്ചപ്പോഴും ദൈവദൂതൻ പറഞ്ഞപ്പോൾ ജോസഫ് ദൈവത്തിൻ്റെ നിശ്ചയത്തിന് കീഴ്വഴങ്ങുകയാണ്. ദൈവമേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് സൗഖ്യം. ഇതെൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയാക്കി മാറ്റാൻ നമുക്ക് ആഗ്രഹിക്കാം. ദൈവത്തിന് മുമ്പിൽ യാചനയോടെ, ദൈവത്തിൻ്റെ തിരുഹിതത്തിന് മുമ്പിൽ കീഴ്വഴങ്ങി നിന്നൊരു മനുഷ്യൻ താൻ പോരുമയുടെയും അഹങ്കാരത്തിൻ്റെയും ചോദ്യം ചെയ്യലിൻ്റെയും അവകാശവാദത്തിൻ്റെയും അപ്പുറത്ത് ദൈവസന്നിധിയിൽ എളിമപ്പെടാൻ തയ്യാറായപ്പോൾ അവനെ ഒന്ന് തൊടാൻ പോലും, അല്ലെങ്കിൽ ഈശോ നടത്തിയ മറ്റു പല അത്ഭുതങ്ങളെ പോലെ അവനെ തൊട്ട് സുഖപ്പെടുത്താൻ പോലും ഈശോ നിന്നില്ല. ഈശോ പറഞ്ഞു, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ, കാരണം എനിക്ക് മനസ്സുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു മനോഭാവവുമായിട്ട് ദൈവസന്നിധിയിൽ നാം ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ നിരവധിയായ പ്രാർത്ഥനകൾക്കും ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കുമെല്ലാം ഈശോ പരിഹാരമായി തീരുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ടാകട്ടെ. അവസാനമായി ഈശോ കുഷ്ഠൻ മാറിയ ആ മകനോട് പറഞ്ഞു, നീ ഇതേപറ്റി ആരോടും പറയരുത്. നോ എന്ന് പറഞ്ഞ കാര്യം അവൻ എസ് ആക്കി മാറ്റിയപ്പോൾ പിന്നീട് സംഭവിച്ച ദുരന്തം നമുക്കറിയാം. ആ നാട്ടിലെ വചനം പ്രസംഗിക്കാനാവാത്ത വണ്ണം വിജനപ്രദേശത്തേക്ക് മറ്റ് ഗ്രാമങ്ങളിലേക്കൊക്കെ മാറി നടക്കേണ്ട ഗതികേടുകാരനായിട്ട് യേശു മാറുക. നമ്മുടെ സമൂഹത്തിൽ നമുക്കും നമ്മൾ ആഗ്രഹിക്കാത്ത പല ടാബൂസുമുണ്ട്. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. ഇന്ത്യൻ പീനൽ കോഡും പുതിയ ഗവൺമെൻറ്റിൻ്റെ നയ സംഹിതയുമെല്ലാം നമ്മളെ വിരൽ ചൂണ്ടുന്നത് ഈ ഒരു തലത്തിലേക്കാണ്. ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിൻ്റെ സന്തോഷം, അത് എനിക്ക് പ്രത്യക്ഷമായിട്ട് നന്മയായിട്ടോ തിന്മയായിട്ടോ തോന്നിയാലും അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്ന് തീരുമാനിക്കാം. മാതാപിതാക്കൾ, സമൂഹത്തിലെ അധികാരികൾ, സഭയിലെ അധികാരികൾ, ദൈവം നേരിട്ട് കൽപ്പനകളിലൂടെയൊക്കെ നമ്മളോട് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിൽ സന്തോഷം അനുഭവിക്കുന്നവരാകാൻ വേണ്ടി കൂടി നമുക്ക് ആഗ്രഹിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.